വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ പോലും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യവും. കാരണം ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ മാത്രമാണ് കെ.സി. വേണുഗോപാലും എ കെ ആന്റണിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പത്മജയെ ഫോണിൽ വിളിച്ച് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ചർച്ചകൾ നടത്തിയത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്മജ വേണുഗോപാലിനെ കാലുവാരി തോൽപ്പിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന പ്രധാനപ്പെട്ട വിമർശനം എടുത്തു പറഞ്ഞുകൊണ്ടാണ്, അതുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞവരെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്താൻ പാർട്ടി സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് പത്മജ അല്ലെങ്കിൽ ഇത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായി ബി.ജെ.പിക്ക് ഒപ്പം ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. എന്തായാലും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം പോലും അറിയാതെയാണ് ദേശീയ നേതൃത്വം ഇത്തരമൊരു ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചത് എന്ന് പറയുമ്പോൾ നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ അടക്കം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ മക്കൾ വരെ തങ്ങൾക്കൊപ്പമാണ്, ഇനി അതിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്നതിൽ ഈ ഒരു പത്മജ വേണുഗോപാലിന്റെ താമരയ്ക്കൊപ്പമുള്ള യാത്ര അല്ലെങ്കിൽ അത്തരം ബി.ജെ.പിയോടൊപ്പം ചേരാനുള്ള പത്മജയുടെ ശ്രമം അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണായുധമാക്കി ബി.ജെ.പി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ കൃത്യമായി കേരള നേതൃത്വത്തിന് ഏത് തരത്തിലായിരിക്കും അത് ഗുണം ചെയ്യുക എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യവും ഉയരുന്നത്. എന്തായാലും വടകരയിൽ കെ മുരളീധരന്റെ വിജയത്തെ, നിലവിലെ എം.പി കൂടിയാണ് കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അല്ലെങ്കിൽ വോട്ടർമാരുടെ മനസ്സിനെ അത് ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്നൊരു വലിയ ചോദ്യം കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പമാണ് തൃശൂരിൽ ഏത് തരത്തിലായിരിക്കും പത്മജയുടെ നീക്കം, അതായത് പത്മജയ്ക്കൊപ്പം ആരുമില്ല എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുമ്പോഴും പത്മജയെ അനുകൂലിക്കുന്ന, പത്മജയുടെ നിലപാടിനൊപ്പം നിൽക്കുന്ന ഒരു മൗന വിഭാഗം ഇപ്പോഴും കൂട്ടത്തിലുണ്ട് എന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അങ്ങനെയാണെങ്കിൽ കെ കരുണാകരനെ സ്നേഹിച്ചിരുന്ന ആ പ്രവർത്തകരുടെ പിന്തുണ അത് പത്മജയുടെ ഈ നിലപാടിൽ ഒപ്പമുണ്ടാകുമോ എന്ന ഒരു വലിയ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് തേടുന്ന സാഹചര്യം തൃശൂരിൽ നമ്മൾ കണ്ടതാണ്. ആ പശ്ചാത്തലത്തിലാണ് അതിന് തൊട്ടു പിന്നാലെ പത്മജ വേണുഗോപാൽ കൂടി ബി.ജെ.പിയിലേക്ക് എത്തുന്നത്. അത് വലിയ തരത്തിൽ ദേശീയ തലത്തിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിലും ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകരുന്ന തരത്തിലേക്ക് തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം. എന്തായാലും പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിക്കുകയാണ്. പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങളും അലയൊലികളുമൊക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന നീക്കമായി അത് മാറുന്നു. പത്മജ വേണുഗോപാൽ ബി.ജെ.പി ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ അവർ രംഗത്ത് സ്വീകരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളിലേക്കും നമുക്ക് മടങ്ങി വരാനാവും.